നമ്മൾ എന്നും കാണുന്ന എന്നാൽ ഭൂരിഭാഗം പേരും ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ഒരു ചെറിയ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ചില ഗുളികകളുടെ നടുവിൽ ഒരു വര കണ്ടിട്ടുണ്ടോ? എന്നാൽ ചിലത് തികച്ചും പ്ലെയിൻ ആയിരിക്കും. ഇത് വെറും ഒരു ഡിസൈൻ മാത്രമാണോ, അതോ ഇതിന് പിന്നിൽ വലിയൊരു അപകടത്തിന്റെ മുന്നറിയിപ്പ് ഒളിഞ്ഞിരിപ്പുണ്ടോ? അത് കൃത്യമായി മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് അത് വലിയ ഭീഷണിയായേക്കാം. ഇന്ന് നമ്മൾ ഡീകോഡ് ചെയ്യുന്നത് ഗുളികകളിലെ ഈ രഹസ്യ വരയെ കുറിച്ചാണ്. വെൽക്കം ടു ദി നൈൽ ഡീകോഡ്സ്. ടാബ്ലറ്റിലെ ഈ വരയെ ശാസ്ത്രീയമായി പിൽ സ്കോറിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം കൃത്യത ഉറപ്പാക്കുക എന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ കയ്യിലുള്ളത് 500 മില്ലിഗ്രാം ഗുളികയാണ്, എന്നാൽ ഡോക്ടർ നിങ്ങളോട് 250 മില്ലിഗ്രാം കഴിക്കാൻ നിർദ്ദേശിച്ചു എന്ന് കരുതുക. മരുന്നിന്റെ നടുവിൽ ഒരു വരയുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഗുളികയിലെ മരുന്ന് രണ്ട് വശത്തും തുല്യമായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നതെന്നാണ്. നിങ്ങൾ ആ വരയിലൂടെ ഗുളിക മുറിക്കുമ്പോൾ ഏകദേശം തുല്യമായ ഡോസ് ലഭിക്കുമെന്ന് കമ്പനികൾ ഉറപ്പു നൽകുന്നു. അപ്പോൾ വരയില്ലാത്ത ഗുളികകൾ മുറിച്ചാൽ എന്ത് സംഭവിക്കും? വരയില്ലാത്ത ഗുളികകൾ ഡോക്ടറുടെയോ ഫാർമസിസ്റ്റിന്റെയോ നിർദ്ദേശമില്ലാതെ മുറിക്കരുത്. അത്തരം ഗുളികകളിൽ മരുന്ന് എല്ലാ ഭാഗത്തും തുല്യമായിരിക്കില്ല. നിങ്ങൾ അത് മുറിക്കുമ്പോൾ ഒരു കഷ്ണത്തിൽ കൂടുതൽ മരുന്നും മറ്റൊന്നിൽ കുറഞ്ഞ അളവും വരാൻ സാധ്യതയുണ്ട്. ഇത് ഗുളികയുടെ ഫലം കുറയ്ക്കാനോ അല്ലെങ്കിൽ ശരീരത്തിന് ദോഷം ചെയ്യാനോ കാരണമാകും. ഇനി ചില പ്രത്യേക തരം ഗുളികകൾ ഒരിക്കലും മുറിക്കാൻ പാടില്ല. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതുപോലെ SR എന്നോ XR എന്നോ CR എന്നോ സ്ട്രിപ്പിന് പിന്നിൽ എഴുതിയ ഗുളികകൾ 12 മുതൽ 24 മണിക്കൂർ വരെ സമയമെടുത്ത് പതുക്കെ ശരീരത്തിൽ അലിയേണ്ടവയാണ്. നിങ്ങൾ ഇത്തരം ഗുളികകൾ മുറിച്ചാൽ അതിന്റെ കോട്ടിങ് തകരുകയും മരുന്ന് മുഴുവൻ ഒരേ സമയം രക്തത്തിൽ കലരുകയും ഡോസ് ഡംപിംഗ് എന്ന ഗുരുതരമായ അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അടുത്തത് എൻഡറിക് കോട്ടഡ് ടാബ്ലറ്റുകളാണ്. നമ്മുടെ വയറ്റിലെ ആസിഡിൽ അലിയാതെ നേരിട്ട് ചെറുകുടലിൽ എത്തി പ്രവർത്തിക്കേണ്ട ഗുളികകളാണിവ. ഇവ മുറിച്ചു കഴിഞ്ഞാൽ ഗുളിക വയറ്റിൽ വെച്ച് തന്നെ അലിയുകയും വയറിൽ അസിഡിറ്റിയോ അൾസറോ ഉണ്ടാകാൻ കാരണമാകുകയും ചെയ്യും. കൂടാതെ വയറ്റിലെ ആസിഡ് മരുന്നിന്റെ ഗുണനിലവാരം നശിപ്പിക്കുന്നത് കൊണ്ട് മരുന്ന് കഴിച്ച ഫലം ലഭിക്കുകയുമില്ല. അടുത്തത് ക്യാപ്സ്യൂളുകളാണ്. ക്യാപ്സ്യൂളിന്റെ ആവരണം അതിനുള്ളിലെ മരുന്നിനെ ആമാശയത്തിൽ എത്തിക്കാനാണ്. ക്യാപ്സ്യൂളിനുള്ളിലെ പൊടി കഠിനമായ കയ്പുള്ളതോ അല്ലെങ്കിൽ തൊണ്ടയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതോ ആകാം. അതുകൊണ്ട് ചില ക്യാപ്സ്യൂൾ തുറക്കാൻ പാടില്ല, പ്രത്യേകിച്ച് SR XR ടൈപ്പ് ക്യാപ്സ്യൂൾസ്. ഇനി ടാബ്ലറ്റ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. കൈകൊണ്ട് ഗുളിക മുറിക്കുമ്പോൾ ഏകദേശം 25% വരെ മരുന്ന് പൊടിഞ്ഞു നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മരുന്ന് മുറിച്ച് കഴിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ഒരു പിൽ കട്ടർ ഉപയോഗിക്കുന്നത് ഡോസ് കൃത്യമായി ലഭിക്കാൻ സാധിക്കും. മരുന്ന് കഴിക്കുമ്പോൾ ചായയോ കാപ്പിയോ ജ്യൂസോ ഉപയോഗിക്കരുത്. വെള്ളം ഉപയോഗിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. ചില മെഡിസിന് മാത്രം ഇന്ററാക്ഷൻ ഉണ്ടാകും. പ്രത്യേകിച്ച് ഗ്രേപ്പ് ഫ്രൂട്ട് ജ്യൂസ് ഡേഞ്ചറസ് ഇന്ററാക്ഷൻ ഉണ്ടാക്കാം. ടീ അല്ലെങ്കിൽ കോഫി ചില മെഡിസിൻസ് അബ്സോർപ്ഷനെ എഫക്ട് ചെയ്യാം. അതുപോലെ ചില ഗുളികകൾക്ക് പുറത്ത് നിറമുള്ള ഒരു കോട്ടിംഗ് ഉണ്ടാകും. ഇത് വെളിച്ചമോ ഈർപ്പമോ തട്ടി മരുന്ന് കേടാകാതിരിക്കാനാണ്. അത്തരം ഗുളികകൾ മുറിച്ചു വെച്ചാൽ ബാക്കി ഭാഗം പെട്ടെന്ന് വീര്യം കുറയാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞ, വരയുണ്ടെങ്കിൽ മാത്രം മുറിക്കുക, അതും ഡോക്ടറുടെ നിർദ്ദേശമുണ്ടെങ്കിൽ മാത്രം. വരയില്ലാത്തവ ഒരിക്കലും മുറിക്കരുത്. SR XR CR EC എന്ന് എഴുതിയ ഗുളികകൾ മുഴുവനായി തന്നെ വിഴുങ്ങുക. ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഇത്തരം ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ ശ്രദ്ധ പുലർത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.